എക്കാലത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു മഞ്ഞ് പുതപ്പെട്ട മലനിരകൾക്കിടയിലൂടെ ഒരു ബൈക്ക് യാത്ര. അങ്ങനെയിരിക്കുമ്പോൾ ഒരു തണുത്ത നവംബർ മാസത്തിൽ ഞങ്ങൾ ഒരു ഹിമാലയൻ ബൈക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നത്. പല കാര്യങ്ങളും കൊണ്ട് യാത്രയിൽ എനിക്ക് ചേരാൻ സാധിക്കില്ലായിരുന്നിട്ടും DDLGയിൽ സിമ്രനെ പോലെ ഞാൻ അവസാനത്തെ വണ്ടിയിൽ ഈ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഈ യാത്ര തുടങ്ങുന്നത് ചണ്ഡീഗറിൽ നിന്നാണ്. ഈ യാത്രയ്ക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. നവംബർ മാസം ആയതിനാൽ ഹിമാലയത്തിലെ ഭൂരിഭാഗം ഉയർന്ന പ്രദേശങ്ങളും മഞ്ഞിൽ മൂടിയതിനാൽ താമസ സൗകര്യങ്ങളും യാത്രയ്ക്കുള്ള റോഡും കുറവായിരിക്കും. അതുമാത്രമല്ല, ഈ യാത്രയ്ക്ക് പോകുന്ന 7 പേരിൽ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് ഹിമാലയം കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഉത്കണ്ഠ കൂടെയുണ്ട്. അതും ഹിമാലയ പർവ്വതനിരകളുടെ ഒരു പ്രത്യേക ഭംഗി ഉൾക്കൊണ്ട് നിൽക്കുന്ന സ്പിത്തി വാലിയുടെ തീരത്തുള്ള ഖാസ എന്ന സ്ഥലമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ക്യാമറയിൽ വീഡിയോയും ഫോട്ടോയും മാത്രം എടുക്കാനുള്ളൊരു യാത്ര മാത്രമായിരുന്നില്ല, പകരം ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒത്തുചേരൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ചണ്ഡീഗഡിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ വേണ്ടി പദ്ധതിയിട്ട ഞങ്ങൾ അവസാനം യാത്ര തുടങ്ങിയപ്പോൾ 11:30 ആദ്യത്തെ ലക്ഷ്യം ഷിംലയ്ക്കപ്പുറത്തുള്ള ഒരു സ്ഥലമായ നാർക്കണ്ടയാണ്. ചണ്ഡീഗഡിലെ റോഡുകൾക്ക് ഞങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകൾ തോന്നി. വളരെ നല്ല വീതിയുള്ള റോഡുകൾ, പക്ഷേ അലക്ഷ്യമായ കാർ ഡ്രൈവർമാർ. പോരാത്തതിന് അമ്മായിയുടെ വീട്ടിലേക്ക് കല്യാണത്തിന് വിളിച്ചിട്ട് കയറി വരുന്ന പോലെ കട്ട് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി വരുന്ന കാൽനട യാത്രക്കാർ. ആദ്യമൊക്കെ കല്യാണത്തിന് വന്നവർക്ക് മലയാളത്തിൽ തന്നെ ഞങ്ങൾ സദ്യ കൊടുത്തെങ്കിലും പിന്നീട് മനസ്സിലായി ഇങ്ങനെ വിളമ്പേണ്ടി വന്നാൽ പന്തി തികയില്ല എന്ന്. അതുകൊണ്ട് അത് ഞങ്ങൾ നിർത്തിയതിനു ശേഷം ഇതിനോടങ്ങ് ഇഴുകിച്ചേർന്നു. ചണ്ഡീഗഡ് ടു ഷിംല റോഡ് ഒരു ബൈക്കേഴ്സ് പാരഡൈസ് ആണ്. വളരെ നല്ല കോർണേഴ്സ് ഉള്ള റോഡുകളും ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള റോഡുമാണ്. പക്ഷേ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളും ചായകുടിയൊക്കെയായി ഞങ്ങൾ ഷിംല എത്താൻ കുറച്ച് വൈകി. വൈകിട്ട് ഒരു 4-4:30 ആയപ്പോൾ തന്നെ ഈ യാത്രയുടെ ഒരു കുളിരൊക്കെ ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. ആദ്യ പടി എന്നോണം ഞാനൊരു സർജിക്കൽ ഗ്ലൗസ് എടുത്ത് റൈഡിംഗ് ഗ്ലൗസിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊരു പരിധിവരെ തണുപ്പിനെ പ്രതിരോധിക്കും. ഇത്രയും നേരം തുറന്നിട്ട ജാക്കറ്റിൻ്റെ സിബുകളെല്ലാം തന്നെ അടച്ച് ബന്തോബസ്താക്കി. ഷിംലയുടെ മലനിരകളിലെ പച്ചപ്പും ആ തണുപ്പും ഒരു പ്രത്യേക അനുഭൂതി തരുന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ചായയും കുടിച്ച് ഷിംലയുടെ ആ സായാഹ്നത്തോട് ഞങ്ങൾ വിട പറഞ്ഞു. ഞങ്ങളുടെ യാത്രയിലെ ഒന്നാമൻ അല്ലെങ്കിൽ ലീഡ് റൈഡർ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും കുറച്ചുകൂടെ വിശ്രമവേളകളൊക്കെ കുറച്ച് വണ്ടി ഓടിക്കണമെന്ന്. പക്ഷേ അതിൻ്റെ ഒരു ആഘാതം ഞങ്ങൾ മനസ്സിലാക്കിയത് ഷിംല കഴിഞ്ഞപ്പോഴാണ്. മുൻപ് കണ്ട റോഡുകൾക്ക് വിപരീതമായ റോഡുകൾ. ആകെ 60 കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും കുണ്ടും കുഴിയും പോരാത്തതിന് പൊടിയും ട്രാഫിക്കും ഉള്ള റോഡുകൾ. കണ്ണിലും മൂക്കിലും പൊടിയേറെ ഞങ്ങൾക്ക് കൂട്ടിനായി അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാരുണ്ടായിരുന്നു. 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്താലും സൈഡ് കൊടുക്കില്ല എന്ന ഭാവത്തിലായിരുന്നു അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാർ. ഇവരുടെയൊക്കെ ഇടയിൽ നിന്നും എങ്ങനെയൊക്കെയോ ഞങ്ങൾ നാർക്കണ്ട എത്തി. അവസാനത്തെ 60 കിലോമീറ്ററിൻ്റെ ക്ഷീണം കാരണവും സഹിക്കാൻ പറ്റാത്ത തണുപ്പ് കാരണവും ഒന്ന് കുളിക്കാൻ പോലും നിൽക്കാതെ അത്താഴം കഴിച്ച് ഞാൻ ഉറങ്ങി. 2ാം ദിവസം അങ്ങനെ നാർക്കണ്ടയിലെ ഒരു സൂര്യോദയം കാണാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു. മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, ഒരു ചെറിയ കാടിൻ്റെയും കിളികളുടെയും ശബ്ദം മാത്രം. അങ്ങനെ ഒരു ചായയും പിടിച്ച് ഞാൻ ആ കാഴ്ചയിൽ അങ്ങനെ ലയിച്ചു നിന്നു. തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ എന്നറിയില്ല, ഓരോ ചായ തീരുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും ചായ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വയ്യ, ചായപ്പൊടി തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സൗന്ദര്യാസ്വാദനം നിർത്തി ഞാൻ ആ സാഹസത്തിന് മുതിർന്നു. ഒരു കുളി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ കയറി പോകുന്ന യാത്രയിലെ കുളികൾക്കെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അവധിയായിരുന്നു അതെന്ന്. ചൂടുവെള്ളം നിമിഷ നേരം കൊണ്ട് തണുത്ത വെള്ളമാകുന്നു. എന്നാലും ഞാൻ നെഞ്ചും വിരിച്ചൊരു കുളി പാസ്സാക്കിയതിനു ശേഷം അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. ഈ യാത്രയിൽ ലക്ഷ്യസ്ഥാനങ്ങൾ പലതും ഉണ്ടെങ്കിലും ഈ യാത്ര തന്നെയാണ് യാത്രയുടെ മനോഹാരിത. നാർക്കണ്ട നമ്മുടെ ഊട്ടി പോലത്തെ ഒരു സ്ഥലമാണ്. ചുറ്റും ഹരിതാഭയും മലനിരകളും നല്ല റോഡുകളും ഉള്ള ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ. അങ്ങനെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഞാൻ ആദ്യമായി മഞ്ഞിൽ മൂടിയ ഹിമാലയ പർവ്വതനിരകൾ കണ്ടു. ജീവിതത്തിൽ അന്ന് വരെ തോന്നിയിട്ടില്ലാത്തൊരു സന്തോഷം. കേട്ടറിവ് മാത്രമുള്ള ആ ഒരു അത്ഭുതത്തെ ഞാൻ ആദ്യമായി കണ്ടു. ഇന്നത്തെ റൈഡിന് ഞാൻ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു ലെയർ വസ്ത്രം കൂടെ റൈഡിംഗ് ഗിയറിൻ്റെ അടിയിൽ ധരിച്ചിരുന്നു. അതുകൊണ്ട് പുറത്തെ തണുപ്പ് വല്ലാതെ ബാധിക്കുന്നില്ല. നാർക്കണ്ടയിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് സാംഗ്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സത്ലജ് നദീതീരത്ത് കൂടെയുള്ള ഒരു യാത്ര. മലയിറങ്ങി തുടങ്ങിയതോടുകൂടി തണുപ്പിന് ചെറിയൊരു ശമനം തോന്നി. റോഡുകൾ ചിലയിടങ്ങളിൽ ഒഴിച്ചാൽ വളരെ നല്ലതായിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതകൾ ഈ റൂട്ടിൽ വളരെ കുറവായിരുന്നു. അത്രയ്ക്കും വൃത്തിയൊന്നും തോന്നിയില്ലെങ്കിലും കൂട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു ചെറിയ ഹോട്ടലിൽ നിന്നും ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു.
ഇനി വീണ്ടും മല കയറുകയാണ്, കൂടെ തണുപ്പും. കാഴ്ചകൾ മനോഹരമായി തുടങ്ങി. ചെറിയ ചെറിയ അരുവികളെ മുറിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടിക്കുന്ന സമയത്താണ് ഒരു ഡീറ്റോർ എടുക്കാൻ തോന്നിയത്. ഒരു ചെറിയ ഓഫ് റോഡ് വഴിയിലൂടെ പോയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അത് കണ്ടതും ഒരാഗ്രഹം, അതിൻ്റെ ഇടയിലൂടെ ഒന്ന് വണ്ടി ഓടിക്കണമെന്ന്. നല്ല തണുപ്പ്, പോരാത്തതിന് ഹൈ ആൾട്ടിറ്റ്യൂഡ്, പിന്നെ ഈ ആഗ്രഹവും. ഇന്ന് ഈ ആഗ്രഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മലയാളത്തിലെ പ്രയോഗമാണ് ഓർമ്മ വരുന്നത്, തിന്നത് എല്ലിനിടയിൽ കയറി അസ്കിതി. അങ്ങനെ ആ തണുപ്പത്ത് റൈഡിംഗ് ഗിയറിനകത്ത് വരെ വെള്ളം കയറി ഷഡ്ജം വരെ നനഞ്ഞപ്പോൾ എൻ്റെ ആ ആഗ്രഹത്തിന് ഒരു തീരുമാനമായി. പക്ഷേ പിന്നീടുള്ള കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ചെറിയ റോഡുകൾ, ഒരു ഭാഗത്ത് തുറന്നു വെച്ച മല, മറുഭാഗത്ത് ഒരു ഭംഗിയുള്ള താഴ്വാരം. ആദ്യമായതുകൊണ്ടാവാം ഇതെല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതിനിടയിലാണ് മറ്റൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഒരു കോൺവോയ് പോലെ കുറേ പട്ടാള വണ്ടികൾ പോകുന്നുണ്ട്. ഇവിടെ എത്തിയാൽ ആരായാലും ഈ വണ്ടികൾക്ക് സൈഡ് കൊടുക്കണം. അതാണ് ഇവിടുത്തെ നിയമം. കാരണം ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും ഇവർ മാത്രമാണ് നമുക്കൊരു സഹായം. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മോശമായതും കൈവരിയില്ലാത്ത റോഡുകളുമായി. ഈ സ്ഥലത്തിനെല്ലാം വല്ലാത്തൊരു വശ്യ സൗന്ദര്യവും ഒരു ഏകാന്തതയും ഉള്ള പോലെ തോന്നി. ഇതേ റോഡിലുള്ള ബാസ്പ ഡാം ഞങ്ങൾ കണ്ടു. ഇംഗ്ലീഷ് സിനിമകളിലെ ഒരു വില്ലൻ സ്രാവിനെ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെയുള്ള ഒരു ശാന്തവും സമാധാനവുമായ തെളിഞ്ഞ വെള്ളമെന്ന് തോന്നിക്കുന്നൊരു ഡാം. ഇതിനിടയിൽ ഞങ്ങളുടെ ലീഡ് റൈഡർ വല്ലാതെ വേവലാതിപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഇവിടുന്ന് സാംഗ്ലയിലേക്കുള്ള റൂട്ടിൽ നേരം ഇരട്ടിയാൽ കല്ലുവീഴ്ച ഉണ്ടാകും. അത് ഒരു കുന്നിക്കുരുവിൻ്റെ വലുപ്പം മുതൽ ഒരു ലോറിയെ വരെ ഇടിച്ച് പത്തിരിയാക്കാൻ പറ്റിയ കല്ലാണെന്ന് കേട്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു വേവലാതി തോന്നി തുടങ്ങി. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. താപനില 0 ഡിഗ്രിക്ക് താഴെ പോയി. സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. മൊബൈലിലെയും ഗോപ്രോയിലെയും ബാറ്ററി മിനിറ്റുകൾക്കകം തീരാൻ തുടങ്ങി. ഒരു വശത്ത് മല, മറുവശത്തൊരു താഴ്വാരം. ഇതിനിടയിലൂടെ തണുപ്പും കൊണ്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ